അതായത് ശ്വേതാമേനോൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഇനി പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നാണ്. കാരണം ഒരു അഡ്ഹോ കമ്മിറ്റി ചിലപ്പോൾ നിലവിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതായത് അജണ്ട വെച്ചുകൊണ്ട് ഞങ്ങളെ പുറത്താക്കാൻ ശ്രമിച്ചു എന്നാണ് ശ്വേത പറഞ്ഞത്. അൻസിബയുടെ പ്രശ്നം ചർച്ച ചെയ്തില്ലല്ലോ ഇന്ന് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞാണ്. അൻസിബ നേരത്തെ എത്തിയിരുന്നു, മോഹൻലാൽ എത്തി. ഇപ്പം മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷേ അതിനോട് എത്രത്തോളം മോഹൻലാൽ പ്രതികരിക്കുന്ന അറിയില്ല. ഈ ഭരണസമിതിക്ക് ഒരു വർഷം തികഞ്ഞില്ല. ഇനി കാലാവധി തീരാൻ 2 വർഷം ബാക്കിയുണ്ട് താനും. അതായത് ആദ്യത്തെ വനിതാ പ്രസിഡൻ്റായിരുന്നു ശ്വേതാമേനോൻ. ഭയങ്കര പ്രതീക്ഷയോടുകൂടി അമ്മ ഭരണത്തിൽ കയറിയതാണ്. അമ്മ ഭരണ സമിതി മൊത്തം ഇപ്പം രാജിവെക്കുകയും ചെയ്തു. ഒരുപാട് പ്രശ്നം, നമ്മളറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നടന്മാരെല്ലാം പുറത്തിറങ്ങിയിട്ട് പറയുന്നത് ഞങ്ങൾ 1-2 ദിവസം കൊണ്ട് എല്ലാം തുറന്നു പറയുന്ന. അപ്പോൾ ഇതിനു മുമ്പ് ഭരിച്ചവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരാണെന്ന് തോന്നുന്നു ഇത് വീണ്ടും അവിടെ കയറിപ്പറ്റാൻ അധികാരക്കൊതി അവരവർക്ക് വന്ന ഫാൾട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടി അധികാരം സ്ഥാപിക്കുക. അതായത് കുറ്റാരോപിതരായ ഒരുപാട് നടന്മാരുണ്ട്, അവർക്ക് അടങ്ങിയിരിക്കണം, അവർക്ക് ഇനിയും ചെയ്യണം. അതിനെതിരെ ആരൊക്കെ പ്രതികരിക്കുന്നു അവരൊക്കെ പുറത്തു പോകണം. ഈ നാട്ടിലെ വ്യവസ്ഥിതി ഇതാണ്. ഈ അധികാരക്കുതിയന്മാരെ അമ്മയിൽ നിന്ന് പുറത്താക്കിയാണ് വേണ്ടത്. മോഹൻലാൽ വീണ്ടും തിരിച്ചു എന്ന് കേൾക്കുന്നു. മോഹൻലാൽ ഒരു പരിധിവരെ ഈ സംഘടനയെ നല്ല രീതിയിൽ കൊണ്ടുപോയ ഒരു നടനാണ്. അതിന് അദ്ദേഹം വളരെ നന്നായി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അദ്ദേഹം വീണ്ടും അതിൽ വരുമോയെന്നറിയില്ല. പക്ഷേ ഇന്നോ നാളെയോ മറ്റന്നാളോ ആയിട്ട് എല്ലാ നടന്മാരും അവരെല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതാണ് ഇപ്പം മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് എല്ലാവരും പറയുന്നത്. അപ്പോൾ 1, 2, 3 ദിവസങ്ങളിൽ ശരിയായ മലയാള സിനിമയിലെ നടന്മാരുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്തു വയ്ക്കുക. താങ്ക്സ് അലോട്ട്.